നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തിട്ട് അതൊരു റിട്ടേൺ ഫേവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു കഥ പറയാം. കൊച്ചിലെ നമ്മൾ ഹോംവർക്ക് ചെയ്യാതെ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ അന്ന് ഒബ്വിയസ്ലി നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ എന്താകും, വഴക്ക് കിട്ടുമോ എന്നൊക്കെ ഓർത്ത്. അങ്ങനെ എന്തെങ്കിലും ഒരു പണി കിട്ടും എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു ഫിഫ്ത്ത് പീരീഡിലാണെങ്കിൽ അന്ന് രാവിലെ തൊട്ട് ഐ ട്രൈ ടു ഹെൽപ്പ് സമ്മൺ. അതിപ്പോൾ സ്കൂളിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂൾ വാനിലായിരിക്കും, എവിടെയെങ്കിലും വെച്ച് ഞാൻ ആരെങ്കിലും ചെറിയ രീതിക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നോക്കും. ഒരു പെൻസിൽ കൊടുത്തോ പേന കൊടുത്തോ അങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, ദൈവമേ എനിക്ക് പണി കിട്ടല്ലേ, ഞാൻ ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്തില്ലേ, സാറ് വരുമ്പോൾ എന്നെ വഴക്ക് പറയരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ടു മൈ സർപ്രൈസ് ഇങ്ങനെ ചെയ്യുന്ന മോസ്റ്റ് ഡേയ്സും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നെങ്കിൽ സാറ് അന്ന് വരില്ല, അല്ലെങ്കിൽ വന്നാൽ തന്നെ സാറ് ഹോംവർക്ക് ചോദിക്കില്ല. അതങ്ങനെ തുടർന്നു പോയി. അങ്ങനെ വലുതാവുന്ന പ്രോസസ്സിൽ ഇപ്പോൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഹോംവർക്ക് ചെയ്തില്ല വഴക്ക് കിട്ടിയാലും കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായൊരു സമയമായപ്പം ഈ ആദ്യം പറഞ്ഞ കാര്യമില്ലേ, റിട്ടേൺ ഫേവറിനായിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത്, അതും ഞാനങ്ങ് മറന്നു, അതും ചെയ്യാതെയായി. പിന്നെ വലുതായി അഡൾട്ടായി നമുക്ക് ലൈഫിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ വന്നു തുടങ്ങി. അങ്ങനെ ഇരുന്ന ടൈമിൽ എപ്പോഴും മനസ്സിൽ പോയി, നമ്മൾ ബാഡ് കർമ്മ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫിൽ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെയല്ലേ നമ്മൾ ഗുഡ് കർമ്മ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പിന്നെ ഒന്നും കൂടെ ആലോചിച്ചു, ഇത് തന്നെയല്ലേ ഞാൻ കൊച്ചിലെ ചെയ്തുകൊണ്ടിരുന്നത്. നല്ലത് എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ അവിടെ ഒരു സഹായം ചെയ്തുകൊണ്ടിരുന്നത്. ചൈനീസിൽ ഒരു സേയിങ് ഉണ്ട്, ഇഫ് യു വാണ്ട് ഹാപ്പിനെസ് ഫോർ എൻ അവർ ടേക്ക് എ നാപ്പ്, ഇഫ് യു വാണ്ട് ഹാപ്പിനെസ് ഫോർ എ ഡേ ഗോ ഫോർ ഫിഷിംഗ്, ഇഫ് യു വാണ്ട് ഹാപ്പിനെസ് ഫോർ എ ഇയർ ഇൻഹെറിറ്റ് എ ഫോർച്യൂൺ, ഇഫ് യു വാണ്ട് ഹാപ്പിനെസ് ഫോർ എ ലൈഫ് ടൈം ഹെൽപ്പ് സംവൺ. അപ്പോൾ വെൽക്കം ടു മൈ വീഡിയോ. മൈ നെയിം ഈസ് അരവിന്ദ് ദേവ്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് പഴയ പോലെ എല്ലാവരെയും ഡെലിബറേറ്റായി ഹെൽപ്പ് ചെയ്യാം. മെല്ലെ മെല്ലെ അത് ചെയ്തും തുടങ്ങി. ടു മൈ സർപ്രൈസ് ഇതെനിക്ക് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് തന്നു തുടങ്ങി. ബട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും ഐ വാസ് ഓൾവേസ് എക്സ്പെക്ടിങ് സംതിങ് ഇൻ റിട്ടേൺ. അങ്ങനെ ഇരുന്ന ടൈമിലാണ് ഭഗവത്ഗീത വായിക്കുന്നത്. അപ്പം ഗീതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യു ഹാവ് ദ റൈറ്റ് ടു പെർഫോം യുവർ ആക്ഷൻസ് ബട്ട് നെവർ ടു ദ ഫ്രൂട്ട്സ് ഓഫ് ഇറ്റ്. ഓക്കെ, അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിൻസിയറായും ഡെഡിക്കേറ്റഡായും ചെയ്യുക. വി ഷുഡ് സ്റ്റാർട്ട് ഗിവിങ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. ഒരു ചെറിയ കഥയും കൂടെ പറയാം. ഇത് എൻ്റെ ലൈഫിൽ ഉണ്ടായതാണ്. വൺ ഫൈൻ മോർണിംഗ് ഞാൻ മെട്രോയിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്രൂപ്പ് കയറി. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ അമ്മൂമ്മമാർ, ഒരു 65 അതിന് മുകളിൽ ഏജുള്ള ആൾക്കാരാണ് എല്ലാവരും. ഏതോ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുവന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവരൊത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ആ ബോഗിയിലാണെങ്കിൽ അത്ര സീറ്റ് ഒഴിവുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു അവർക്ക് ഇരിക്കാനായിട്ട്. ഉടനെ തന്നെ എൻ്റെ പ്രായമുള്ള മറ്റൊരു പയ്യനും ഇതേപോലെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. പക്ഷേ ഇവരെല്ലാം സെറ്റിലാവുന്നതിന് മുന്നേ തന്നെ മെട്രോ എടുത്തു. മെട്രോ കയറിയിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമ്മൾ മെട്രോ എടുക്കാൻ പോകുമ്പോഴേക്കും ഒരു ചെറിയ ജെർക്കുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഓഫ് ബാലൻസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും ഒരു 2-3 അമ്മമാർക്ക് സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ഇവർ ഇതുപോലെ വീഴാൻ പോയി. അപ്പോഴേക്കും പിന്നെ ഇരുന്ന് സെറ്റിലായവർ ഒന്ന് സ്ഥലം ഉണ്ടാക്കി അവരെയും കൂടെ അവരുടെ കൂടെ ഇരുത്തി. അപ്പം എന്നെ ഞെട്ടിച്ചതല്ല, അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് വേറെ ഒത്തിരി പേരിപ്പുണ്ട്, അവർക്കൊക്കെ ഒന്ന് എണീറ്റ് കൊടുക്കാം. അവരത്ര നമുക്ക് സെൽഫിഷ് ആവാം ലൈഫിൽ, പക്ഷെ ഇങ്ങനെ സിറ്റുവേഷനിലല്ല സെൽഫിഷ് ആവേണ്ടത്. ഇത്രയും പ്രായമായവരിങ്ങനെ ആദ്യമായി മെട്രോ കയറുന്നു, അവരിതൊന്നും ആസ്വദിക്കാനാണ് കയറുന്നത്. അപ്പം ഇവരെന്നും കയറുന്നവരൊക്കെയാ, ഇവർക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ആസ്വദിക്കുകയും ചെയ്യാം, ഇവർക്ക് സുഖമായിട്ടിരിക്കുകയും ചെയ്യാം. എന്താണോ ആൾക്കാർ അങ്ങനെ എഴുന്നേറ്റ് കൊടുക്കുന്നില്ലായിരുന്നു. ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അവരുടെ കാര്യം, അവർക്ക് അവരുടെ റീസൺസാണ്. അപ്പം ഇവരുടെ ഒപ്പമുള്ള ഓർഗനൈസേഴ്സും ഇവരെ പോലെ തന്നെ ഏജ്ഡാണ്, ഈ അമ്മമാരെ പോലെ തന്നെ ഏജ്ഡാണ്. എന്നാലും അവർ ഈ അമ്മമാർക്ക് വേണ്ടി ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അവരപ്പം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് കൊച്ചുമക്കളെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ ഫോട്ടോസ് എടുത്ത് കൊടുക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ സന്തോഷം തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യണം, എങ്ങനെയെങ്കിലും ഏതൊരു രീതിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം, ഇതപ്പം തന്നെ ചെയ്യണം. എനിക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നെ എപ്പോഴും ചെയ്യാമെന്ന് വെച്ചാൽ കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഞാൻ അവരുടെ ഓർഗനൈസറിനോട് പോയി പറഞ്ഞു, ഫോട്ടോസ് ഞാൻ എടുത്തു തരാം. എന്നിട്ട് പറഞ്ഞ് അവരോട് നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട്. അവർക്കും വളരെയധികം സന്തോഷമായി. കാരണം അവർക്കും അത് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ മെട്രോയിലൂടെ നടന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറയും. അത് കഴിഞ്ഞ് അവരോട് ഞാൻ ശരി ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഈ മെട്രോ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ ചെയ്യുന്ന ഹെൽപ്പുകളാണ് നമുക്ക് ഈ ഒരു ഫുൾഫിൽമെന്റ് തരുന്നത്.
When you do something good and expect nothing in return, life always find a way to reward you. ഇതുപോലെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഡു കമൻറ്റ് ബിലോ. ലെറ്റ്സ് ഗ്രോ ടുഗദർ. എ റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് ക്യാൻ ചേഞ്ച് യുവർ